ഹായ്, ഞാൻ അഡ്വക്കേറ്റ് മുനീർ മഞ്ചേരി. വാരാന്ത്യ നിയമവാർത്തകളിലേക്ക് സ്വാഗതം. ചെറിയ അളവിൽ മയക്കുമരുന്ന് കൈവശം വെക്കുന്നവരുടെ പേരിലും കാപ്പ നിയമം ചുമത്താം എന്ന് ഹൈക്കോടതി. ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, ബദറുദ്ദീൻ, ഗോപിനാഥ്, സ്നേഹലത, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന വിശാല ബെഞ്ചിൻ്റെതാണ് സുപ്രധാന വിധി. വാണിജ്യ ലക്ഷ്യത്തോടെ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന കേസിൽ മാത്രമേ ഗൗരവമായി കാണേണ്ടതുള്ളൂ എന്ന 2024 സുഹാന കേസിലെ വിധിയാണ് വിശാല ബെഞ്ച് തള്ളിയത്. മയക്കുമരുന്ന് കേസിൽ സമൂഹം വളരെയധികം ശോചനീയമായ സ്ഥിതിയിലാണെന്നും മയക്കുമരുന്ന് കേസിലെ വളർച്ച തടയുന്നതിന് ഇങ്ങനെയൊരു വിധി നിർബന്ധമാണെന്നും കോടതി കണ്ടെത്തി. നിയമപരമായ എല്ലാ അനുമതികളുമുള്ള സംരംഭത്തിന് പ്രദേശവാസികളുടെ എതിർപ്പിന്റെ പേരിൽ പ്രവർത്തനാനുമതി നിഷേധിക്കുവാനാവില്ലെന്ന് ഹൈക്കോടതി. തിരുവനന്തപുരം മെൽനാട് ഹോട്ട് മിക്സ് കോൺക്രീറ്റ് യൂണിറ്റ് പ്രവർത്തനം നിശ്ചയിച്ചതിനെതിരെ സംരംഭകരായ എസ് സുധീർ, താജുദ്ദീൻ എന്നിവർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ നിരീക്ഷണം നടത്തിയത്. നിയമപരമായ എല്ലാ രേഖകളും സ്വരൂപിച്ച് ആരംഭിക്കുന്നതിന് ഉള്ള തടസ്സം സമൂഹത്തിന് തന്നെ നഷ്ടമാണെന്നും ഗവൺമെന്റിന് അതൊരു വൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് വരുത്തിവെക്കുന്ന വിനയായി മാറുമെന്നും കോടതി നിരീക്ഷിച്ചു. ഇരട്ട വോട്ട് സംബന്ധമായ കേസിൽ രേഖകൾ ഹാജരാക്കുവാൻ അവസരം നൽകിയ കീഴ്ക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ഹരിയാനയിലെ പാനിപത്ത് കലീല മാജിറ പഞ്ചായത്തിലെ ഇരട്ട വോട്ട് പരാതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രധാന വിധി. കേസിലെ വിചാരണ സമയത്ത് തന്നെ രേഖകൾ ഹാജരാക്കണമെന്ന് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ച് ഉത്തരവിട്ടു. കേസ് വിചാരണ സമയത്ത് തന്നെ എല്ലാ രേഖകളും ഹാജരാക്കാതെ ഇപ്പോൾ അതിനുള്ള സമയം അനുവദിക്കുന്നത് എന്തിനാണെന്നും കോടതി നിരീക്ഷിച്ചു. തൃശൂർ ലോക്സഭാ ഇലക്ഷനിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുകയും കുടയും മറ്റ് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തത് ചോദ്യം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. AYFI നേതാവ് ബിനോയ് നൽകിയ ഹർജിയിൽ വാദം കേട്ട ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തിൻ്റെതാണ് നിർണായക നിരീക്ഷണം. ഇലക്ഷൻ സമയങ്ങളിൽ എല്ലാ സാധനങ്ങളും സമൂഹത്തിന് വേണ്ടി മുന്നിൽ ഒരു ഇലക്ഷൻ പ്രചാരണം എന്ന രീതിയിൽ ഉന്നയിക്കുന്നതും മറ്റും നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് കോടതിയുടെ കണ്ടെത്തൽ. ഈ നിയമസഭാ ഇലക്ഷനിലേക്ക് ഈ വിധി ഒരു നിർണായക സംഭവമാണെന്നാണ് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ. വന്ദേമാതരം ഔദ്യോഗിക പരിപാടികളിൽ ആലപിക്കുവാൻ നിർദ്ദേശിച്ച കേന്ദ്ര ഗവൺമെന്റ് സർക്കുലർ ചോദ്യം ചെയ്തുകൊണ്ട് മുഹമ്മദ് സയ്യിദ് നൂരി നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. സർക്കുലർ നിർബന്ധമല്ലെന്നും ചൊല്ലിയില്ലേൽ കേസ് ചാർജ് ചെയ്യാവുന്നതല്ലെന്നും നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് സൂര്യകാന്തി, ജോയ് മല്യ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിർബന്ധമായി ഈ കാര്യം ചെയ്യിപ്പിച്ചാൽ ആയത് ഭരണഘടനാ വിരുദ്ധമാകുമെന്നും കോടതി നിരീക്ഷിച്ചു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് നിയമവാർത്തകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. ഏതായാലും മറ്റു വീഡിയോകളുമായി വരുന്നവരേക്കും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.